ഹൂത്തി നേതാവ് അഥവാ യഹിയ യസാരി പുതിയൊരു പ്രഖ്യാപനം വീണ്ടും നടത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ കപ്പൽ അഥവാ അബ്രഹാം ലിങ്കൻ ഈ പശ്ചിമേഷ്യയുടെ ഭാഗമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇറാൻ ഗവൺമെൻറ് പുറത്തുവിട്ട സ്ഥിതിക്ക് എങ്ങനെയാണോ അതിനെ തടുത്തു നിർത്താൻ പറ്റുക ആ രീതിക്കുള്ള ഒരു ആക്രമണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല അമേരിക്ക ഒരു കുറ്റവാളിയാണ്, യുദ്ധക്കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, മാത്രം അധിനിവേശം ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. അധിനിവേശ രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലായിട്ടുള്ള അബ്രഹാം ലിങ്കൻ ഇറാനെ തേടി വരികയാണെങ്കിൽ ഞങ്ങൾ നോക്കിയിരിക്കൂല എന്ന് പറയുന്ന വലിയ റിപ്പോർട്ട് ഇദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്ന വാക്കുകൾ കഴിഞ്ഞ പ്രാവശ്യം ഹോർമുസ് കടലിടുക്കിൽ വെച്ചിട്ടും റെഡ് സീയിൽ വെച്ചിട്ടും ഒട്ടനേകം കപ്പലുകളെ തകർക്കാനോ പിടിക്കാനോ സാധിച്ചിട്ടുണ്ട്. അത് വീണ്ടും തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുൻകൂട്ടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. അല്ല എങ്കിൽ നിങ്ങളുടെ ഗതാഗത കപ്പൽ അഥവാ സാധാരണ കപ്പലും അതേപോലെ എണ്ണ ടാങ്കറുകളും യുദ്ധക്കപ്പലുകളും ഏതൊക്കെ രൂപത്തിൽ പ്രതിരോധിക്കാൻ കഴിയും ആ രൂപമൊക്കെ ഞങ്ങൾ ആലോചിച്ച് വരികയാണ്. അതുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിനെതിരെ നിങ്ങൾ പോരാടുമ്പം അഥവാ ഇറാനികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർക്കെതിരെ നിങ്ങൾ യുദ്ധനീക്കം നടത്തുകയാണെങ്കിൽ ഒരു നിലക്കും വെച്ച് പുറപ്പിക്കാൻ സാധിക്കില്ല എന്ന് യഹിയ യസാരി അർത്ഥശങ്കക്കിടമില്ലാതെ തൻ്റെ ഇടത്തോടുകൂടെ പറയുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കാൻ പറ്റും ഇവരൊക്കെ അങ്ങേയറ്റം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ യഹിയ യസാരി 6 മാസത്തോളമായിട്ട് അങ്ങനെ കേൾക്കാറില്ലായിരുന്നു. പക്ഷേ വീണ്ടും നമ്മൾ വാർത്തകളിൽ ഇടം പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാന കാര്യം ഈ യഹിയ യസാരിയുടെ ഏറ്റവും വലിയ ചുമതല എന്ന് പറയുന്നത് ഈ ഒരു റെഡ് സീ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലൂടെ കടന്നു പോകുന്ന അമേരിക്കയുടേതോ അമേരിക്കയുമായി ബന്ധപ്പെട്ടതോ ആയ രാജ്യത്തിൻ്റെ കൊടി അടയാളപ്പെടുത്തിയത് അല്ലെങ്കിൽ അവരുടെ ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി ആ രാജ്യം അമേരിക്കയുടെ ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ ആണെങ്കിൽ ഞങ്ങൾ തകർക്കുകയോ പിടികൂടുകയോ ചെയ്യും. യാതൊരു സംശയമില്ല. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെയുള്ള യുദ്ധം വരരുത്, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു യുദ്ധം വരരുത്. പക്ഷേ യുദ്ധം വരാനുള്ളത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഉടൻ ഒരു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അമേരിക്ക നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ വലിയ രൂപത്തിൽ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി ഇറാനെ തടയാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണെങ്കിലും ശരി ഞങ്ങൾ അത് പ്രതിരോധിക്കും. ഹോർമുസ് കടലിടുക്ക് മറ്റൊരർത്ഥമാണ്, മറ്റൊരു തലമാണ്. അതേപോലെ റെഡ് സീ മറ്റൊരു തലമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കാം. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ മുകളിൽ കയറി നിങ്ങളുടെ അധികാരം സ്ഥാപിച്ചെടുക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞങ്ങളുടെ ജീവൻ പോയാൽ മാത്രമേ നിങ്ങൾക്കങ്ങനെ ഒന്ന് സമാധാനത്തോടുകൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് യഹിയ യസാരിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്ന ന്യൂസ് പോർട്ടൽ ഇവിടെ യഹിയ യസാരി ഹൂത്തികളുടെ പോസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വ്യക്തമായിട്ട് അദ്ദേഹം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അവരുടേതായ ആ രീതിക്ക്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് എടുത്ത് അതിൻ്റെ സമ്മറിയാണ് ഞാനിവിടെ പറയുന്നത്. ലോകം ഒരു വലിയ യുദ്ധത്തിൻ്റെ മുഖത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയാൻ പാകത്തിലാണ് ഓരോ ഭാഗത്തു നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായി ഇറാൻ്റെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായി ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് പ്രകാരം ഈ അഥവാ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കടലിൽ ഈ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത് ഒരു സമയത്തെ കാത്തിരിക്കുകയാണ്. അഥവാ ട്രംപിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓൺ ദി സ്പോട്ടിൽ ആ രൂപത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ മിഡിൽ ഈസ്റ്റ് പഴയതുപോലെ അല്ല. ഇനി ഒരുപാട് കാലം ഇങ്ങനെ പുകഞ്ഞു നിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത് ഈ പത്രവാർത്തകൾക്ക് അപ്പുറം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. US നാവിക കപ്പലുകളിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് ഇറാൻ ഹിർസ മുതൽ ദീർഘ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലും ആൻറ്റി ഷിപ്പ് മിസൈലുകളും വിന്യാസം ആരംഭിച്ചു എന്നതുകൂടി അതിൻ്റെ പിന്നാലെ നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്. യഹിയ യസാരിയുടെ അതേ തൊട്ടതായ അവരുടെ തന്നെ പേജിൽ നമുക്ക് പോയാൽ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറാൻ വലിയ രൂപത്തിൽ ആ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഉയർന്ന ഉയരത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ അവയുടെ തിരിച്ചുവരവ് ഘട്ടത്തിൽ അവ ബാലിസ്റ്റിക് മിസൈൽ പോലെ പെരുമാറുകയും മാക് 5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേഗതയിൽ എത്തുകയും ഹൈപ്പർസോണിക് ശ്രേണിയിൽ പ്രവേശിക്കുകയും ചെയ്യും. ഈ തീവ്ര വേഗതയും കുത്തനെയുള്ള ഇറക്ക കോണും കാരണം അവ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഗുരുതരമായ വെല്ലുവിളിയാണ് ഉയർത്തുക. അത്തരം ധാരാളം മിസൈലുകളാണ് ഇറാൻ ഇപ്പോൾ വിന്യസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ ഈ
അബ്രഹാം ലിങ്കൻ കപ്പലിനെ മുക്കാനുള്ള ത്വരിതമായിട്ടുള്ള നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്ത് നടന്നു വരുന്നു. അതിൻ്റെ സാങ്കേതികമായിട്ട് ഒരുപാട് മേന്മകളൊക്കെ പറയുന്നുണ്ട്. സംഭവം ഒറ്റ വാക്കൽ ഇങ്ങനെ കുത്തനെയുള്ള സഞ്ചാരത്തെ പെട്ടെന്ന് ഒതുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കപ്പലാണെങ്കിലും ഒരു പരിധിവരെ തകർക്കാനും ഒന്ന് താഴ്ത്തിക്കളയാനും ഇറാന് കഴിവുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഭാഗത്തുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറഞ്ഞു വിടുന്നത്. എന്താണെങ്കിലും ഏറിയ കാലമൊന്നും ഇനി കാത്തിരിക്കേണ്ടി വരില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. യുദ്ധം അങ്ങേയറ്റം കൊടുമ്പിരി കൊള്ളാൻ പറ്റുന്ന രൂപത്തിലേക്ക് മനസ്സുകൊണ്ട് ഇറാനും ഇസ്രായേലും അമേരിക്കയും ഹൂത്തികളും ഇപ്പോൾ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് എവിടെയോ ഒരു സമയം ബാക്കിയുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. യുദ്ധം എന്താണെങ്കിലും എവിടെയാണെങ്കിലും അത് പ്രതിസന്ധി കൂട്ടുകയുള്ളൂ. താൽക്കാലിക ഞങ്ങൾ വിജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും രണ്ട് രാജ്യത്തിനും, അഥവാ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കും അത് നടത്തുന്ന രാജ്യങ്ങൾക്കും പ്രതിരോധിക്കുന്ന രാജ്യങ്ങൾക്കും ഒക്കെയും ഒരുപോലെ നാശങ്ങൾ ഉണ്ടാക്കുകയും പാവപ്പെട്ട സിവിലൈസിനെ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു അപകടത്തിൻ്റെ ഏറ്റവും വലിയ മൂർധന്യഭാവമാണ് ഈ യുദ്ധമെന്നുള്ളത് ആർക്കും അറിയാത്ത കാര്യമല്ല. പക്ഷേ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ സമൂഹത്തിൽ ഇതല്ലാതെ ഇതിൽ പരം എന്താ നമ്മൾ കരുതേണ്ടത്? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ട്. യുദ്ധം നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. ചിലരൊക്കെ ചോദിക്കുന്നത് പോലെ നിങ്ങൾ വല്ലാതെ ആഗ്രഹമുണ്ടോ? യുദ്ധമില്ലെങ്കിലും ഈ യൂട്യൂബ് ചാനൽ നിന്നു പോകുമെന്ന് പറയുന്ന ആളുകളോട് പറയട്ടെ, ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങളതിൽ ബേജാറാകേണ്ടതില്ല എന്നുകൂടി സാന്ദർഭികം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഇതിനൊക്കെ ഇറാൻ്റെ മറുപടി എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം മിസൈലുകളൊക്കെ വലിയ രൂപത്തിൽ വിന്യസിപ്പിക്കുകയും അബ്രഹാം ലിങ്കനല്ല അയാളുടെ വലിയ ആൾ വന്നാലും ഞങ്ങൾ വേണ്ട രീതിക്ക് പ്രതിരോധിക്കും, അതിന് ആവശ്യമായ മുൻകരുതലുകളൊക്കെ എടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധം അനിവാര്യ ഘട്ടത്തിലാണ്. ഒഴിഞ്ഞു പോയാൽ നമ്മുടെയൊക്കെ ഭാഗ്യം തന്നെ. ഇനി അതല്ല പേടിപ്പിച്ചിട്ട് തിരിച്ചു പോകാനുള്ള സംവിധാനം, എന്നാൽ അതിൽ നമുക്ക് സന്തോഷമുണ്ട്. എല്ലാവരെയും വലിയ മുൾമുനയിൽ നിർത്തി അഥവാ ട്രംപ് പറയാണ് തൽക്കാലം നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളമാണ് ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പൈസേൻ്റെ ആവശ്യമുള്ള ബിസിനസ്മാനാണ് ട്രംപ്. അദ്ദേഹം കുറച്ച് പൈസയൊക്കെ വാങ്ങി അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പലതും ട്രോള് ആയിട്ടെങ്കിലും കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് മുഴുവനും മുൾമുനയിൽ നിർത്തിയിട്ട് അവിടെ വേറെന്തെങ്കിലും സ്ഥാപിച്ചതിന് ശേഷം ടാസ്ക് കംപ്ലീറ്റായി എന്നും പറഞ്ഞ് തിരിച്ചു പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഏതുപോലെ ഇവിടെ ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ ഇപ്പം മിണ്ടാട്ടമില്ല. കാരണം അവിടെ വെച്ച ദാവോസിൽ വെച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പിന്നെ ഒന്നുമില്ല, എല്ലാം അവസാനിപ്പിച്ചു, 10% ടാക്സ് ഒഴിവാക്കി. ഇതുപോലെ ഒരു വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അവസാനം അവരാഗ്രഹിച്ച വേറെന്തോ ഒന്നുണ്ട്, അത് കഴിഞ്ഞാൽ തിരിച്ചു പോകും എന്നൊക്കെ പറയപ്പെടുന്നു. അള്ളാഹു ആയാലും കാത്തിരിക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നിങ്ങൾ നൽകുന്ന വലിയ സപ്പോർട്ടിന് ഹൃദ്യമായി നന്ദി അറിയിക്കാൻ മറക്കുന്നില്ല. എല്ലാവർക്കും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.